അത് കളക്ടറുടെ ഫോണൊക്കെ പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ അയാൾക്ക് ഒന്നും വിളിക്കാനില്ലെന്ന് അങ്ങ് വെറുതെ വിളിച്ച് പറഞ്ഞാൽ മതിയോ? അത് പോലീസല്ലേ അന്വേഷിക്കേണ്ടത്. അപ്പൊ അയാളെ ഒഴിവാക്കേണ്ടത് ആർക്കാണ് എന്നുണ്ടെങ്കിൽ അവരായിരിക്കും ഇത് ഈ പണി ചെയ്യുന്നത്. അപ്പൊ അയാളെ ഒഴിവാക്കണമെന്ന് അയാൾക്ക് പറയാൻ ഒക്കത്തില്ലല്ലോ. കാരണം അയാളുടെ ഇൻവോൾവ്മെന്റ് ഇതിനകത്ത് പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ്. അപ്പൊ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അയാളുടെ ഫോൺ പരിശോധിക്കുക എന്ന് പറയുന്നത് ഈ ഇൻവെസ്റ്റിഗേഷന്റെ ഒരു ഭാഗമാണ്. പക്ഷെ അതൊന്നും ആവശ്യമില്ല. ഇത് വെറും ആത്മഹത്യയാണ്. ഇതൊന്നും ഇനി ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ള ഒരു സ്റ്റാൻഡാണ് പോലീസ് എടുക്കുന്നത്. ആ എടുക്കുന്നതിന്റെ കാരണം ഈ വീഴ്ചകളാണ്. ഇത്തരമുള്ള വീഴ്ചകൾ ഇതൊക്കെ കോടതിയുടെ ശ്രദ്ധപ്പെടും എങ്ങനെയായാലും എന്ന് ഞാൻ കരുതുന്നു. കാരണം ഇതൊന്നും അത്തരം പെട്ടെന്ന് റൂൾ ഔട്ട് ചെയ്ത് കളയാവുന്ന ദുരൂഹതകളല്ല. പെട്ടെന്ന് അങ്ങ് തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഈ അണ്ടർവെയറിൽ അണ്ടർ ഗാർമെന്റ്സിൽ ഗാർമെന്റിൽ രക്തക്കറ വന്നത് എവിടുന്നാണ്, എങ്ങനെയാണ്, എന്ത് മുറിവാണ്, എവിടുന്ന് വന്നു എന്ന് പരിശോധിക്കണം. ഇന്റേണൽ ഓർഗൻസിന് ഇഞ്ചുറി ഒന്നും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഏനൽ ഓറിഫൈസിൽ കൂടെ അകത്ത് ബ്ലഡ് വരത്തില്ല. അപ്പൊ അകത്ത് ഏതെങ്കിലും ഇപ്പോൾ ഒരാൾക്ക് ചവിട്ട് കൊണ്ടെന്നിരിക്കട്ടെ, അകത്തോട്ട് ചവിട്ടി പരമായിട്ട് സ്റ്റാമ്പിങ് തറയിലിട്ട് ചവിട്ടുക. ചിലപ്പോൾ ചവിട്ടിയിട്ട് ഈ സ്റ്റൊമക്ക്, കുടല് ഇതൊക്കെ ചിലപ്പോൾ അതിന് ഇഞ്ചുറി ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ബ്ലഡ് ഉറപ്പായിട്ട് വരും. അത് ഏനൽ ഓറിഫൈസിൽ കൂടെ വരും. ഇത് അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അർത്ഥം അതല്ലാത്ത ഇഞ്ചുറിയാണ്. എക്സ്റ്റേണൽ ജെനിറ്റാലിയൻ നോർമലാണ്. അപ്പൊ വേറെ എന്തോ ഇഞ്ചുറിയാണ് ഉള്ളത്. അത് നോ അതർ ഇഞ്ചുറീസ് ഫൗണ്ട് ഓൺ ദ ഡെഡ് ബോഡി എന്നാണ് ഇതിനകത്ത് പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ് കാണുന്നത്. നോ അതർ ഇഞ്ചുറീസ്. ഈ ലൈഗേച്ചർ മാർക്ക് മാത്രമേ അവർ കണ്ടിട്ടുള്ളൂ. കാരണം അവർ ഇത് തൂങ്ങി വരണമാണെന്നുള്ള ഉറപ്പില് കാഷ്വലായിട്ട് ചെയ്തേക്കാണത്. അല്ല ശരിയായ ഒരു എക്സാമിനേഷനായിട്ട് ഞാൻ കാണുന്നില്ല. ആ രീതിയിലാണ് പോയിരിക്കുന്നത്. ഹാങ്ങിങ് എന്ന് പറയുന്നത് രണ്ട് വിധത്തിലുള്ള ഹാങ്ങിങ് ഉണ്ട്. ഒന്ന് സൂയിസൈഡൽ ഹാങ്ങിങ്, അത് സ്വന്തമായിട്ട് തൂങ്ങി മരിക്കുക. ഹോമിസൈഡൽ ഹാങ്ങിങ്, ആരെങ്കിലും കൊലപ്പെടുത്താനായിട്ട് തൂക്കുക. ഇതുണ്ട്. അപ്പൊ ഇതിനകത്ത് വളരെ സംശയാസ്പദമായ സാഹചര്യങ്ങളുണ്ട്. ഇത് ഈ റിപ്പോർട്ട് അതായത് കെമിക്കൽ അനാലിസിസിന് അയക്കണം, ബയോളജിക്കൽ എക്സാമിനേഷൻ അയക്കണം. ഇതെല്ലാം ലാബിലേക്ക്, ഫോറൻസിക് ലാബിലേക്ക്, സ്റ്റേറ്റ് ഫോറൻസിക് ലബോറട്ടറി തിരുവനന്തപുരത്തുണ്ട്. അതേപോലെ ഇപ്പോൾ തൃശ്ശൂരുണ്ട്, വേറെ കണ്ണൂരോ കോഴിക്കോടോ ഇവിടെയൊക്കെ ഉണ്ട്. ഇപ്പോൾ ഏതാണ്ടൊക്കെ പലയിടത്തും ഇപ്പോൾ ലാബുണ്ട്. നേരത്തെ മെയിനായിട്ടുള്ളത് തിരുവനന്തപുരമായിരുന്നു. അപ്പൊ അവിടെ അയക്കണം. അയച്ചിട്ട് അവിടെ നിന്നുള്ള അവിടെ പല വിങ്ങുകളുണ്ട്. കെമിക്കൽ അനാലിസിസ് നടത്തുന്ന ഒരു വിങ്ങുണ്ട്, അതേപോലെ തന്നെ ബയോളജിക്കൽ അനാലിസിസ് നടത്തുന്ന വിങ്ങുണ്ട്. അങ്ങനെ പലതുണ്ട് എക്സാമിനേഷൻ നടത്തുന്നത്. അവരെല്ലാം ഈ എക്സ്പേർട്സ് ഒക്കെ എന്റെ മുമ്പിൽ വന്നിട്ടുള്ളവരാണ് മുഴുവൻ, മിക്കവാറും ഒക്കെ. ഇപ്പൊ അവരൊക്കെ സർവീസ് കാണത്തില്ല. അപ്പൊ ഞാനിത് കണ്ട പരിചയം കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. യഥാർത്ഥത്തില് ഇത് മുഴുവൻ എക്സാമിൻ ചെയ്തുകൊണ്ടാണ് ഈ നെയിൽ ക്ലിപ്പിംഗ്സിനകത്ത്, അതുപോലെ തന്നെ സെല്ലോഫൈൻ ടേപ്പ് എടുത്തിട്ട് ഈ കയ്യിൽ സൂയിസൈഡൽ ഹാങ്ങിങ് ആണ് എന്ന് ഉറപ്പാക്കാനുള്ള ഒരേ ഒരു മാർഗം ഈ സെല്ലോഫൈൻ ടേപ്പ് കൊണ്ട് ഈ പാമുണ്ടല്ലോ കൈവെള്ളയിൽ നിന്ന് ഫൈബർ കളക്ട് ചെയ്യണം, കഴുത്തിലെ ഫൈബർ കളക്ട് ചെയ്യണം. അത് കളക്ട് ചെയ്താൽ മാത്രമേ അത് സൂയിസൈഡൽ ഹാങ്ങിങ് ആണോ ഇല്ലയോ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റൂ. ഹോമിസൈഡൽ ഹാങ്ങിങ് ആണെങ്കിൽ ഈ കൈവെള്ളയിൽ ഫൈബർ കാണത്തില്ല. കാരണം വേറെ ആള് കെട്ടിത്തൂക്കല്ലേ. ആ തൂക്കുന്ന വെപ്രാളത്തിലൊന്നും ഈയുടെ കൈ കൊണ്ട് പിടിപ്പിക്കാനൊന്നും പറ്റത്തില്ല. മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കേസിനകത്ത് ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞ ഒരു 3 പേര് എടുത്ത് ഒരുത്തനെ പൊക്കി കൊടുത്തു. ഒരുത്തൻ കഴുത്തയിൽ ഒരു കെട്ടും കെട്ടിയിട്ട് അവൻ മരത്തെ കെട്ടി. പക്ഷേ ഇയാളുടെ കയ്യിൽ നിന്ന് അന്ന് സെല്ലോഫൈൻ ടേപ്പ് വെച്ച് എടുത്തിരുന്നു. കാരണം ഇയാളുടെ കാലൊക്കെ മുട്ടി നിൽക്കുകയായിരുന്നു ആ മരത്തില്. അങ്ങനെ വന്നപ്പോ അത് ഒരു തൂങ്ങി മരണം അല്ല എന്ന് പറഞ്ഞൊരു ബഹളം അവിടെ നടന്നു കഴിഞ്ഞപ്പോ ഈ കൈയുടെ വെള്ളയിൽ നിന്നൊക്കെ സെല്ലോഫൈൻ ടേപ്പ് വെച്ചെടുത്തു. ആ കൈയുടെ വെള്ളയിൽ ആ ഫൈബർ ഇല്ലായിരുന്നു. ഇയാളെ കഴുത്തിൽ കെട്ടി കൈലിയുടെ ഫൈബർ ഈ കൈയുടെ വെള്ളയിലില്ല. നമ്മൾ എത്ര ആയാലും ഒരു ലൈഗേച്ചർ ഉപയോഗിക്കുമ്പോൾ അതിന്റെ ഫൈബർ നിർബന്ധമായിട്ടും കാണും. സ്വന്തമായിട്ടാണെങ്കിൽ കെട്ടി തൂങ്ങാൻ ഉപയോഗിച്ചാണെങ്കിൽ കൈയുടെ വെള്ളയിൽ കാണും. കാരണം ഇത് കെട്ടിട്ട് പോയി അയാൾക്ക് കൈ കെട്ടിയിട്ട് വരാൻ പറ്റത്തില്ല, കാരണം തൂങ്ങണ്ടേ. അപ്പൊ അതിനകത്ത് നിർബന്ധമായിട്ട് പരിശോധിക്കേണ്ട ഒരു കാര്യമാണിത്. അത് പരിശോധിച്ചോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, നോക്കണം. അത് കളക്ട് ചെയ്തിട്ടില്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് വളരെ വലിയ വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പൊ ഇവര് വെള്ളത്തിലാവാൻ കാരണം എന്ന് പറയുന്നത് ഇത് എഴുതിയ പോലീസുകാരൻ, അതായത് ഈ വസ്ത്രങ്ങൾ പരിശോധിച്ച് ഇൻക്വസ്റ്റിന്റെ സമയത്ത് എഴുതിയില്ലേ, അയാളുടെ അണ്ടർവെയറിനകത്ത് രക്തക്കറന്റെ വിവരം അതിനകത്തങ്ങ് പറഞ്ഞു. അത് ആയതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ ഒച്ചപ്പാട് വരുന്നത്. എനിക്കിത് ആദ്യം മുതലേ സംശയമുള്ളത് ഞാൻ പറഞ്ഞതുമാണ്. ഇത്
ഇവർ പറഞ്ഞേക്കുന്ന ഡെത്ത് ഡ്യൂ ടു ഹാങ്ങിങ് ആണ് പോസ്റ്റ്മോർട്ടത്തിൽ. ശരിയായിരിക്കും, അതിന് സംശയമൊന്നും കാണത്തില്ല. പക്ഷേ അത് ഹോമിസൈഡൽ ഹാങ്ങിങ് ആണോ സൂയിസൈഡൽ ഹാങ്ങിങ് ആണോ എന്നുള്ളത് പരിശോധിക്കണം. അതിന് വലിയ ഇൻവെസ്റ്റിഗേഷൻ തന്നെ വേണം.